ബി കെമാൽ പാഷ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെമാൽ പാഷ, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ CPM-ന്റെ ന്യായീകരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്നുള്ള വിശദീകരണമായിട്ട് വന്ന കാര്യം വിനോദ് കുമാർ MK എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസിന്റെയാണ്. അദ്ദേഹം പറയുന്നത് കണ്ണൂർ സൂപ്രണ്ടന്റ് ഓഫ് CP കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെറുതെ ഒരു അബദ്ധം പറ്റിയതാണെന്ന് കരുതാൻ മാത്രം മണ്ടന്മാരാണോ നമ്മളൊക്കെ? അതെ, അതാ ഈ പറയുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. ഒരിക്കലും നമ്മൾ അത്രയും മണ്ടന്മാരല്ല എന്ന് ആ ജയിൽ സൂപ്രണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ജയിലില്, അതായത് ഈ ശിക്ഷയ്ക്ക് വരുമ്പോ കോടതിയുടെ എന്തെങ്കിലും വിധി വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ആ ജയിൽ സൂപ്രണ്ടിനാണ് ആദ്യം എഴുതി പോകുന്നത്. അപ്പൊ അയാൾക്ക് അത് കിട്ടിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല. അയാൾക്ക് അറിയാൻ വയ്യാതെ ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ഇടപാടാണ്, അല്ലാതെ ചുമ്മാ അങ്ങ് അബദ്ധം പറ്റി അങ്ങ് ചെയ്തു പോയൊന്നും അല്ല. അപ്പൊ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് അയാൾക്ക് അറിയാൻ വയ്യായിരുന്നു എന്ന് പറയുന്നതിൽ ഒരിക്കലും ഒരു ന്യായീകരണവും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് നമ്മൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടത് കരുതിക്കൂട്ടിയുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇത് നടക്കാത്ത ഒരു കാര്യമാണെന്നും അറിയാമല്ലോ, ഇല്ല? ഇപ്പോൾ ഈ അതെ, നടക്കാത്ത കാര്യമാണെന്ന് ആർക്കറിയാം? അയാൾക്കും അറിയാം. പക്ഷെ ഇതങ്ങ് അനങ്ങാതെ ആരും തർക്കിച്ചില്ലെങ്കിൽ നടക്കത്തില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ മാധ്യമങ്ങൾ വെളിയിലേക്ക് ഇത് കൊണ്ടുവന്നില്ല എന്നിരിക്കട്ടെ, ഇതങ്ങ് നടന്നു പോകും. ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരും ഒന്നും പറഞ്ഞില്ല, പരാതി ഒന്നുമില്ല, റെഡിയായി അങ്ങ് പോവും. അത് തന്നെ കാര്യം. പക്ഷെ ഇവർക്ക് ഒരു കാര്യമുണ്ട്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അണികളെ ബോധ്യപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോവും. ഏതറ്റമെന്ന് ചോദിച്ചാൽ അവർക്കേ അറിയാവുള്ളൂ അറ്റം എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റും. അതാണ് അതിന്റെ കാര്യം, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ ഇത്തരം ഒരു കാര്യം ആവർത്തിച്ചു കൂടാ എന്നുള്ളതല്ലേ ശ്രീ കമാൽ പാഷ? ഇത് പൊതുസമൂഹത്തിനെ കളിയാക്കുന്ന ഒരു രീതിയായി പോയില്ലേ? അതൊരു ജയിൽ സൂപ്രണ്ട് അവിടെ ഇരുന്ന് പോലീസിനൊരു റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു, ഈ പറയുന്ന പ്രതികളെ ഇല്ലേ ശിക്ഷാ ഇളവ് നൽകുന്നതിനുള്ള റിപ്പോർട്ട് തരാനായിട്ട്. അതെ, അത് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് പറയുകയാണ് ഈ 3 പേരുടെ പേര് ഇതിൽ ഇടം പിടിച്ചത് അത് തെറ്റായി പോയി, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന്. അവിടെ വെച്ച് അതാ ഞാൻ പറഞ്ഞേ ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ഡോസ് അടിക്കുന്നു നമ്മൾ പറയത്തില്ലേ, അത് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നേ. ഈ ടെസ്റ്റ് ഡോസ് അടിച്ചേക്കുന്നതാണ്. അതായത് ഇപ്പൊ ആരും ഒന്നും നോക്കുന്നില്ല, ഒരു കുഴപ്പമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്കിതങ്ങ് ചെയ്താൽ പോരെ, ഒരു കുഴപ്പമില്ല അങ്ങ് ചെയ്ത് പോവാം എന്ന് അത് തന്നെയാണ് ഇവിടെ നടന്നേക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ല, അങ്ങനെയാണ്. പക്ഷെ ഗുരുതരമായ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് സംശയം എന്താ? യഥാർത്ഥത്തില് ഈ ജയിൽ സൂപ്രണ്ടെ ഉണ്ടല്ലോ, അയാൾക്കെതിരെ ഹൈക്കോടതിക്ക് ആർജവം ഉണ്ടെങ്കിൽ ഞാൻ കാര്യമായിട്ട് പറയാണ്, അയാൾക്കെതിരെ യഥാർത്ഥത്തില് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്സ് ആക്ട് അനുസരിച്ച് നിയമ നടപടി സ്വീകരിക്കണം. കണ്ടംപ്റ്റ് ആണ് ഇത്, ഗ്രോസ് കണ്ടംപ്റ്റ്. അതാണ് നടത്തിയേക്കുന്നത് ഇവിടെ. പക്ഷെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം സർക്കാരിനും നൽകാമല്ലോ, അല്ലേ? അല്ലെങ്കിൽ അപ്പൊ സർക്കാർ എന്ന് പറഞ്ഞ ആരാണ് നമുക്കറിഞ്ഞൂടെ? സർക്കാർ എന്ന് പറഞ്ഞ ആളുകളല്ലേ ഈ പറയുന്ന ആ മനുഷ്യനെ കൊന്നേക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കെന്താ വേറെ പറയാനുള്ളത്? അപ്പോൾ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒട്ടും വിശ്വസനീയമായ ഒരു കാര്യമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും അതെ, ഒരിക്കലും നമുക്ക് ഇത് നമ്മുടെ ഇമാജിനേഷനിൽ പോലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ നടന്നേക്കുന്നത്. ശരി, നന്ദി ശ്രീ ബി കമാൽ പാഷ. ഒരുപാട് ന്യായീകരണങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് താങ്കളുടെ ഇതിന്റെ ന്യായീകരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശരി, യഥാസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദിച്ചത്. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ